ഇപ്പോൾ ഞാൻ വാഹനവുമായിട്ടുള്ളത് ഒരു ഹിൽ ഏരിയയിലാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ഇറക്കമുണ്ട്. നമ്മൾ ആ ഒരു ഇറക്കത്താണ് ആദ്യം വാഹനം ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതായത് വലിയ ഇറക്കങ്ങളിൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാനും ശരിയായ രീതിയിൽ എങ്ങനെ ഇറക്കത്ത് വാഹനം ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഇറക്കത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് താങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ, സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇറക്കത്ത് ഇറങ്ങിക്കൂടെ? എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ വണ്ടി ഓടിച്ചും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനുശേഷം വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാഹനത്തിനൊരു വെയിറ്റ് ഉണ്ടല്ലോ. ഉദാഹരണം പറയാം, നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കാറിൻ്റെ കെർവ് വെയിറ്റ് വരുന്നത് ഏകദേശം 905 കിലോഗ്രാമാണ്. ഇനി ആ ഒരു വെയിറ്റിനോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടല്ലോ, അവർക്കൊരു വെയിറ്റ് വരും. ഏകദേശം ഡ്രൈവർ ഉൾപ്പെടെ 5 പേര് വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു 60 കിലോ വീതം വെയിറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ 300 കിലോഗ്രാം വെയിറ്റും കൂടെ ഈ 900 കിലോഗ്രാം വെയിറ്റിനോടൊപ്പം ആഡാകുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് ഏകദേശം 1200 കിലോഗ്രാം ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ചും ഒരു ഇറക്കത്തൊക്കെ വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന അവസരങ്ങളിൽ വാഹനത്തിൻ്റെ വെയിറ്റും വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വെയിറ്റോടെ നമ്മൾ കുത്തനെയുള്ള ഇറക്കത്ത് വാഹനം ഓടിച്ചു വരുന്ന അവസരങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, കൃത്യമായിട്ടും ഗിയറൊക്കെ കൊടുത്ത് ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കും, പക്ഷെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തിയിട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം വലിയ ഇറക്കങ്ങളിൽ ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്കിൻ്റെ മാത്രം സഹായത്തോടെ ഇത്രയധികം വെയിറ്റുള്ള ഒരു വാഹനവും അതിനോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ വെയിറ്റും കൂടെ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വെയിറ്റാണ് ഫുഡ് ബ്രേക്ക് താങ്ങുന്നത്. അത്തരത്തിൽ വാഹനവുമായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്ന അവസരങ്ങളിൽ ബ്രേക്ക് പോകാൻ സാധ്യതയുണ്ട്, വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോർക്ക് കൂടിയ ഒരു ഗിയർ കൊടുക്കുക, അല്ലെങ്കിൽ എൻജിൻ ബ്രേക്കിൻ്റെ സഹായം തേടുക. രണ്ടും ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. എന്താണ് ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ഗിയർ ബോക്സിനെ കുറിച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഗിയർ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് കുറേ അധികം ഗിയറുകളുണ്ട്, വലിയതും ചെറിയതുമായിട്ടുള്ള ഗിയറുകളുണ്ട്. ഈ ഗിയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അവസരങ്ങളിലാണ് വാഹനത്തിൻ്റെ സ്പീഡും ടോർക്ക് നമുക്ക് വേരി ചെയ്ത് ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നത്. അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു ഷാഫ്റ്റിൻ്റെ സ്പീഡും ടോർക്കും വേരി ചെയ്ത് വീലുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമയാണ് ഗിയർ ബോക്സ് ചെയ്യുന്നത്. എന്താണ് ടോർക്ക് കൂടിയ ഗിയർ, എന്താണ് സ്പീഡ് കൂടിയ ഗിയർ? 2 ഇമേജിലൂടെ നിങ്ങൾക്ക് ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഗിയറും വലിയ ഗിയറിൻ്റെ പടമാണ് കൊടുക്കുന്നത്. ഈ ചെറിയ ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ചെറിയ ഗിയറിന് ഒരു 10 ടീത്ത് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, വലിയ ഗിയറിന് ഒരു 20 ടീത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ചെറിയ ഗിയറിനെ നമുക്ക് ഡ്രൈവർ ഗിയർ എന്നും വലിയ ഗിയറിനെ ഡ്രിവൺ ഗിയർ എന്നും പറയാം. അപ്പോൾ ഈ ചെറിയ ഗിയർ 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഗിയർ 1 തവണ കറങ്ങുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സ്പീഡ് കുറവാണ്, ടോർക്ക് കൂടുതലാണ്. ഇനി ഈ ഒരു സൈഡിലായിട്ട് ഒരു ഇമേജ് കൊടുക്കുന്നു. ഈ ഒരു ഇമേജിൽ വലിയ ഗിയറും ചെറിയ ഗിയറുമാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ഗിയർ ചെറിയ ഗിയറിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഗിയറിനെ നമുക്ക് ഡ്രൈവർ ഗിയർ എന്നും ചെറിയ ഗിയറിനെ ഡ്രിവൺ ഗിയർ എന്നും പറയാം. അപ്പോൾ ഈ വലിയ ഗിയർ 1 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഗിയർ 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ടോർക്ക് കുറവാണ്, പക്ഷെങ്കിൽ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിലൊക്കെ എടുക്കുന്ന സമയത്ത് സ്പീഡ് കുറവായിരിക്കും, ടോർക്ക് പക്ഷെങ്കിൽ കൂടുതലായിരിക്കും. ഒരു കയറ്റത്ത് എടുത്തുകൊണ്ട് പോകാം, ഒരു ഇറക്കത്ത് വാഹനം പതുക്കെ ഇറങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളിൽ പോലും ആ ഗിയറിൻ്റെ പിടുത്തത്തിലാണ് വരുന്നതെങ്കിൽ വാഹനം പതിയെ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ടോർക്ക് കൂടിയ ഗിയറുകളാണ് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, റിവേഴ്സ് ഗിയർ. ഇതിൽ ഏറ്റവും ടോർക്കുള്ള ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറുമാണ്. അതുകൊണ്ടാണ് ഒരു വാഹനം നമ്മൾ ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്കിൻ്റെയും സഹായത്തോടെ നമ്മൾ വാഹനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എത്രയധികം വെയിറ്റുള്ള ഒരു വാഹനമായിക്കോട്ടെ, ആ ഒരു വാഹനത്തിൻ്റെ
വെയിറ്റ് ഓൾറെഡി ഈ ഒരു ഗിയറിൻ്റെ പിടുത്തത്തിലും ഒപ്പം ബ്രേക്കിൻ്റെ പിടുത്തത്തിലും ആകുമ്പോൾ നമുക്ക് സേഫായിട്ട് അപകടമില്ലാതെ തന്നെ ഒരു വാഹനത്തെ ഇറക്കത്ത് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഞാൻ വാഹനവുമായിട്ടുള്ളത് ഒരു ഹിൽ ഏരിയയിലാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ഇറക്കമുണ്ട്. നമ്മൾ ആ ഒരു ഇറക്കത്താണ് ആദ്യം വാഹനം ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഒരു വാഹനം ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് താങ്ങാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറക്കത്ത് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് എൻജിൻ ബ്രേക്കിൻ്റെ സഹായവും ഫുഡ് ബ്രേക്കിൻ്റെ സഹായവും തേടണം. അപ്പോൾ എൻജിൻ ബ്രേക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു. എൻജിൻ ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത്, അതായത് ടോർക്ക് കൂടിയ ഗിയർ കൊടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് എൻജിൻ ബ്രേക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആ ഒരു ഇറക്കത്തിലേക്ക് വരികയാണ്. ഇവിടുന്ന് നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നല്ല കുത്തനെയുള്ളൊരു ഇറക്കമാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് താങ്ങിയാണ് ഇറങ്ങുന്നതെങ്കിൽ, അതായത് ഫുൾ ക്ലച്ചും താങ്ങി ബ്രേക്ക് കാല് വെച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള പിടുത്തവും വാഹനത്തിനില്ല. ഫുഡ് ബ്രേക്കിൻ്റെ പിടുത്തം മാത്രമേ വാഹനത്തിന് വരത്തുള്ളൂ. അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ടും വേരി ചെയ്ത് എത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ വണ്ടി ഫ്രീ ആയിട്ട് മാത്രമാണ് ഈ ഒരു ഇറക്കമിറങ്ങുന്നത്. ആ ഒരു ടൈമിൽ ഒരു വാഹനം ന്യൂട്രൽ അവസ്ഥയിൽ എങ്ങനെ പോകുമോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ക്ലച്ച് ചവിട്ടി വാഹനം ഇറക്കത്തിറങ്ങുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻജിൻ ബ്രേക്കിൻ്റെ സഹായം തേടാനായിട്ട് നമ്മൾ ഏറ്റവും ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ച് വാഹനത്തെ മൂവ് ആക്കുക. ഇങ്ങനെ മൂവായി തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലയക്കണം. ഇങ്ങനെ കാലയച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തവും ഒപ്പം ബ്രേക്കിൻ്റെ പിടുത്തവും ഉള്ളൂ. ഇപ്പം ഞാനിവിടെ ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് എനിക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, എന്നാൽ എനിക്ക് ബ്രേക്ക് കൊള്ളിച്ച് ചവിട്ടിയാൽ മതി. പക്ഷെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എൻജിനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിടുത്തവും മാറും, വാഹനം ഫ്രീ ആവുകയാണ്. ഈ ഒരു സമയത്ത് എൻ്റെ ഫുഡ് ബ്രേക്കിൻ്റെ മാത്രം പിടുത്തത്താലായിരിക്കും വാഹനം ഇറങ്ങുന്നത്. അത് വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി എപ്പോഴായിരിക്കാം നമുക്ക് ഇറക്കത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് താങ്ങേണ്ടത്? അത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ബ്രേക്കേ നയിച്ച് വാഹനത്തെ നീക്കുന്നു, ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് കൊടുത്തു, വണ്ടി റൺ ചെയ്ത് തുടങ്ങി എന്ന് മനസ്സിലാകുമ്പോൾ പതുക്കെ ക്ലച്ച് നയിച്ച് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്ക് മാത്രം കൊള്ളിച്ച് ചവിട്ടുന്നുള്ളൂ. ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് വേണ്ട, സ്മൂത്തായിട്ട് ചെറുതായിട്ടൊന്ന് കൊള്ളിച്ച് മാത്രം ഇങ്ങനെ ചവിട്ടി കൊടുക്കുക. ഇനി നമുക്ക് ക്ലച്ച് താങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്, ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം കയറി വരികയാണ്. ഇവിടെ നമുക്ക് ഒതുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വാഹനത്തെ ഒതുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് വാഹനം ഓൾറെഡി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ വരുന്നത് കൊണ്ട് തന്നെ വണ്ടിയുടെ സ്പീഡ് കൂടുതലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ച് ഒന്ന് ചവിട്ടി വാഹനത്തെ ഹാർഡായിട്ടൊന്ന് ബ്രേക്ക് ചെയ്താൽ പോലും വണ്ടി ബ്രേക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷനും വരത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എൻജിൻ ഇടിക്കുന്ന സിറ്റുവേഷൻ, അതായത് ഫസ്റ്റ് ഗിയറിൽ പോകുന്നു, നമ്മുടെ ബ്രേക്കിൻ്റെ അളവ് ഹാർഡായിട്ട് വരികയാണെങ്കിൽ, അത് നമുക്കൊരു ബാലൻസ് ഇല്ലാതെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് വണ്ടി എൻജിൻ ഇടിച്ച് ഓഫായി പോകും. അത് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ബാലൻസോടെ, അതായത് ഹാർഡായിട്ടുള്ള, അതായത് ബ്രേക്കിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രേക്കിലേക്ക് പോകാതെ, എന്നാൽ ഒരു വണ്ടി റൺ ചെറുതായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കിലേക്ക് വരിക. വന്നതിന് ശേഷം ക്ലച്ചും കൂടെ ചവിട്ടുക. ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തിയതിന് ശേഷം നമ്മൾ ആ കൊള്ളിച്ച് വെച്ച ബ്രേക്കിൻ്റെ അളവിൽ നിന്ന് വീണ്ടും ഹാർഡായിട്ട് അമർത്തി കഴിയുമ്പോൾ നമുക്ക് വാഹനത്തെ നിർത്താൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മെല്ലെ വാഹനം ഈ ഒരു ഇറക്കം ഇറങ്ങാം. ഇപ്പം നല്ല ഇറക്കത്തിൻ്റെ അളവ് കൂടി ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ബ്രേക്കിൽ നിന്ന് പതിയെ കാലയക്കുന്നു. വണ്ടി റൺ ചെയ്ത് തുടങ്ങിയെന്ന് കരുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ലച്ച് എന്ന് പതിയെ ഇങ്ങനെ കാലയക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലാണ് വാഹനം പോകുന്നത്. അതിനുശേഷം നിങ്ങളിത് ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അയച്ചിട്ട് ഒന്ന് പമ്പ് ചെയ്ത് ചവിട്ടി കൊടുത്താൽ മതി. ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്താൽ ഇതേ വാഹനം ഇങ്ങനെ പൊക്കോളും. നിങ്ങൾ നോക്കി, ഞാൻ ബ്രേക്ക് ഒന്ന് അയച്ച് കാണിക്കാം. കണ്ടോ, ഒരു പരിധിയിൽ കൂടുതൽ ഒരു സ്പീഡ് വാഹനത്തിന് വരുന്നില്ല. ഇപ്പം ഞാൻ ബ്രേക്ക് മെല്ലെ കൊള്ളിച്ചാണ് ചവിട്ടിയേക്കുന്നത്. ഒരു കാരണവശാലും വണ്ടി എഞ്ചിനടിച്ച് ഓഫായി പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. വണ്ടി എഞ്ചിനടിച്ച് ഓഫായി പോകത്തില്ല. എഞ്ചിനടിച്ച് ഓഫായി പോകുന്നത് നിങ്ങളുടെ ബ്രേക്കിങ്ങിൻ്റെ അളവ് ഹാർഡായി കഴിഞ്ഞാൽ, അതായത് ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് വരത്തുള്ളൂ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം കയറി വരുമ്പോൾ നമ്മുടെ വണ്ടിയെ നിർത്താനായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്കിനോടൊപ്പം ഇപ്പം ഇങ്ങനെ വരുവാണ്, ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നു, ഒരു ടൂ വീലർ കയറി വരുന്നു, ചെറിയൊരു സ്പേസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം തന്നെ
ഇങ്ങനെ സ്ലോ ചെയ്യുക, ഒപ്പം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടുക. അപ്പം നമുക്ക് വാഹനത്തെ ഇങ്ങനെ വളരെ സേഫായിട്ട് നിർത്താനായിട്ട് കഴിയും. ഞാനിപ്പോൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചത് ഒരു ഹിൽ ഏരിയയിൽ നിന്ന്, അതായത് വലിയ കുത്തനെയുള്ള ഒരു ഇറക്കത്ത് ഫസ്റ്റ് ഗിയറിൽ വാഹനം എങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് മൂവ് ആക്കാം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇത്രയധികം റിസ്ക് എടുത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണമാകാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഗുണമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇറക്കമിറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, എഞ്ചിൻ ബ്രേക്കിംഗ്. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ടോർക്ക് കൂടിയ ഗിയർ കൊടുക്കുക. അതിനുശേഷം ബ്രേക്ക് നയിച്ച വാഹനത്തെ മൂവ് ആക്കുക. വണ്ടി പതിയെ മൂവ് ആയതിനു ശേഷം പതിയെ പതിയെ ക്ലച്ച് നയിച്ച് ആ എഞ്ചിൻ ബ്രേക്കിലേക്ക് പൂർണ്ണമായിട്ട് വരിക. ഒപ്പം നിങ്ങൾ ബ്രേക്ക് ഒരു പ്രത്യേക അവസ്ഥയിൽ ഹാർഡ് ബ്രേക്കിങ്ങിലേക്ക് പോകാതെ സ്മൂത്ത് ആയിട്ടൊന്ന് ബ്രേക്ക് ആവശ്യാനുസരണം പമ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഇറക്കമിറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇറങ്ങി വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നു, നിങ്ങളുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തുക. ഇനി നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിന് ക്ലച്ച് പെഡലിന് മേളിൽ കാല് വെക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഒരു കാരണവശാലും താഴ്ത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. താഴ്ത്തി കഴിഞ്ഞാൽ എഞ്ചിനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിടുത്തം മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.